ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഹിമ കുടുംബത്തിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, വർഷ ഈ വീട്ടിൽ അന്യയല്ലെന്നും താനൊരു അനിയത്തിയെ പോലെയാണ് വർഷയെ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മഹിമ ആൻറ്റി വന്നിട്ട് ഇനി വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിയടി, നീയും നിൻ്റെ ഭർത്താവുമാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ചന്ദ്ര പറയുന്നത്. അപ്പോഴേക്കും മഹിമ നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. വേണ്ട ചന്ദ്രേ, ഞാൻ കാരണം ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ട, എനിക്ക് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ മഹിമ ഒരുപാട് സങ്കട ഡയലോഗൊക്കെ അടിച്ചിട്ട് ആ വീട്ടിൽ നിന്നും പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഉള്ളി ചിരിച്ചോണ്ടാണ് പോകുന്നത്. എന്നിട്ട് മഹിമ പോകുമ്പോഴേക്കും ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്, നമ്മളൊക്കെ സ്വന്തം കുടുംബം പോലെ കണ്ടിട്ടാണ് മഹിമ ആ ചെക്കും കൊണ്ട് വന്നത്, നിങ്ങളെ കടക്കണിയിൽ പെടുത്താതിരിക്കണം. പക്ഷേ ഇവനോ നിങ്ങളെ ഒരു കടക്കാരനാക്കാൻ വേണ്ടി നോക്കുവാണെന്നൊക്കെ ചന്ദ്ര സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചിയെ നീ കുറ്റപ്പെടുത്തണ്ട, സച്ചി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ചെക്ക് ഞാൻ മേടിക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളോടൊക്കെ ആയിട്ട് ഞാനൊരു കാര്യം പറയുക, വീട്ടിൽ വന്നു കയറുന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളിങ്ങനെ തല്ല് പിടിക്കാനൊന്നും നിൽക്കരുത്, കുടുംബത്തിൻ്റെ നാണം കെടുത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുവാണേ. പോകുന്നതിന് മുമ്പ് രവീന്ദ്രൻ വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വീട് ചന്ദ്രയുടെ പേരിലാണെങ്കിലും ഈ വീട് ഇങ്ങനെ ഇത്രയും കെട്ടിയെടുത്ത് പൊക്കിക്കൊണ്ട് വന്നത് ഞാനാ. പക്ഷേ ഇപ്പോൾ ഒരു റൂം കെട്ടാൻ വേണ്ടി എനിക്ക് എല്ലാവരുടെയും അനുവാദം വേണം. വയസ്സായില്ലേ, എനിക്ക് പഴയ പോലെ അധ്വാനിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, എന്നെ ഇനി ആർക്കും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് രവീന്ദ്രൻ മുറിയിലോട്ട് പോകുവാണ്. ചന്ദ്രക്കും സച്ചിക്കും ഒക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സച്ചിക്കാണ് അച്ഛൻ്റെ സങ്കടം കാണുമ്പോൾ സച്ചിക്ക് അത് സഹിക്കില്ലല്ലോ. സച്ചിയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും കൂടിയുള്ള മുറിയിലുള്ള സംഭാഷണമാണ്. വർഷ ശ്രീകാന്തിനോട് ചൂടാവുകയാണ്. വർഷ പറയുന്നുണ്ട്, ഇനി ഞാൻ എൻ്റെ മമ്മിയോട് ഈ വീട്ടിലോട്ട് വരണ്ടെന്ന് തന്നെ പറയും, ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ സച്ചി അപമാനിച്ച് വിടുക എൻ്റെ മമ്മി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല സച്ചേട്ടൻ പറഞ്ഞ രീതി തെറ്റാണെങ്കിലും പറഞ്ഞ പോയിന്റ് കറക്റ്റാണെന്ന് പറയുമ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ. നീ എന്താ നിൻ്റെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല കഴിഞ്ഞ പ്രാവശ്യം AC കൊണ്ടുവന്നപ്പോഴും നിൻ്റെ അമ്മ പറഞ്ഞു ഈ കുടുംബത്തിനെ സഹായിക്കാനാണെന്ന്, ഇപ്പതേ റൂം കെട്ടാൻ വേണ്ടി പൈസ കൊണ്ടുതരുന്നു, ഇവിടെ മുറി കെട്ടാൻ വേണ്ടി നിന്റെ അമ്മ എന്തിനാ പൈസ കൊണ്ട് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ മമ്മി അതൊരു സഹായം ചെയ്തതല്ലേ, സഹായം ചെയ്യാൻ അമ്മ എന്താ ചാരിറ്റി വല്ലതും ഇവിടെ എന്താ ചാരിറ്റി പ്രവർത്തനം വല്ലതും നടത്തുന്നുണ്ടോ, എന്തിനാ എപ്പോഴും നിന്റെ അമ്മ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണേ. സച്ചിയേട്ടൻ ചെയ്തതൊന്നും ഒരു തെറ്റല്ല, എൻ്റെ അമ്മ ഒരു സഹായം ചെയ്യാൻ വന്നതാണ്, ഇപ്പോൾ തെറ്റായി തോന്നി എന്നൊക്കെ വർഷ ചൂടാവുകയാണ് ശ്രീകാന്തിനോട് അതും പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല നിൻ്റെ അമ്മ ഇങ്ങനെ കാശും കൊണ്ട് വരുന്നതിന് മുമ്പ് നമ്മളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ, അതുപോട്ടെ നീ എന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് നിൻ്റെ അമ്മയോട് പറയുന്നത്, കാശിന് ഇവിടെ ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ നീ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, പക്ഷെ മമ്മി ചെക്കെടുത്തോണ്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് വർഷ പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പോൾ നീ പറഞ്ഞിട്ട് മമ്മി ചെക്കും കൊണ്ട് വന്ന പോലെ ആയില്ലേ കാര്യങ്ങളൊക്കെ, നിനക്ക് സച്ചേട്ടൻ്റെ സ്വഭാവം അറിയാലോ, സച്ചേട്ടൻ ഇങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരും. സച്ചേട്ടനെ പറ്റി എന്തിനാ ഞാൻ ഓർക്കുന്നേ, മമ്മി ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇവിടെ ചെക്ക് കൊണ്ടു തന്നു, ഇപ്പോൾ സുധിയുടെ അമ്മായിയച്ഛൻ സുധിക്ക് പൈസ കൊടുത്തില്ലേ, അപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ, എൻ്റെ അമ്മ പൈസ തരുമ്പോൾ മാത്രമാണല്ലോ ഇവിടെ പ്രശ്നമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ സ്റ്റുപ്പിഡ് പോലെ സംസാരിക്കല്ലേ, കാരണം അവർക്ക് വേണ്ടി ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്തത്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ തരുവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് ശരിയല്ലെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരും, നീ അപ്പോൾ നിൻ്റെ സച്ചേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ ചെയ്തതിൽ തെറ്റുണ്ട്, എന്തെന്ന് വെച്ചാൽ സച്ചിയേട്ടൻ അച്ഛൻ ഏതായാലും ആ പൈസ മേടിക്കത്തില്ല, അച്ഛൻ നോ പറയുന്നത് വരെ സച്ചിയേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു, പക്ഷേ സച്ചിയേട്ടൻ എടുത്ത് ചാടി. അപ്പോൾ സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ അച്ഛൻ്റെ ഗൗരവം കുറയാൻ പാടില്ല എന്ന് ഓർത്തിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്, സച്ചിൻ്റെ ഭാഗത്ത് അതേ ഉള്ള ഒരു തെറ്റ് എടുത്തു ചാട്ടം, അല്ലാതെ ആ പറഞ്ഞതൊക്കെ സച്ചിയേട്ടൻ കറക്റ്റ് പോയിന്റ്സ് എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. വർഷ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ സുധിച്ചേട്ടൻ പറഞ്ഞതിനെ പറ്റി ശ്രീകാന്തിന് എന്താ അഭിപ്രായം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്ത് പറഞ്ഞത്, അല്ല നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് സച്ചിയേട്ടൻ നോക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊക്കെ സുധി ആ പൈസ കിട്ടാത്തതുകൊണ്ട് വെറുതെ പറഞ്ഞതാ, ആ ദേഷ്യത്തിൽ പറഞ്ഞതാ, അല്ലാണ്ട് സച്ചി അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരാളെ അല്ലെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്ത് എപ്പോഴും ഈ സച്ചിയേട്ടനെ സപ്പോർട്ട് ചെയ്ത് നടന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സത്യത്തിൻ്റെ ഭാഗം എവിടെയാണോ സത്യമുള്ളത് അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോഴേക്കും ശ്രീകാന്ത്
അത് കഴിഞ്ഞിട്ട് വർഷക്കൊരു വാണിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നീ വീട്ടിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ചോദിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ വർഷക്കൊന്നൂടെ ദേഷ്യം വരും. ഓ, അപ്പോൾ നിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി വീട്ടിലോട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, ഇനി വീട്ടിൽ പോകുന്നത് നീ തടയുമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അവരോട് പറയുന്നതിന് മുമ്പ് എന്നോടും കൂടി ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നിന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്. വർഷ പറയും, ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യും, ഒരു ലോക്ക് മേടിച്ച് എൻ്റെ വായിൽ ലോക്ക് ചെയ്ത് പൂട്ടി വെക്കുക, അപ്പം ഞാൻ ആരോടൊന്നും മിണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ദേഷ്യപ്പെടുവാണേ. പിന്നെ കാണിക്കുന്നത് ബാറിലിരുന്ന മഹേഷിൻ്റെ ഒപ്പം മദ്യപിക്കുന്ന സച്ചിയാണേ. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, കുറേ നാളായിട്ട് ഞങ്ങൾ വിളിച്ചാൽ പോലും നീ ഇങ്ങനെ മദ്യപിക്കാനൊന്നും വരാറില്ലല്ലോ, ഇന്ന് എന്ത് പറ്റി സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ പറ്റി ഓർത്തിട്ട് സങ്കടം വരുന്നടാ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയും, അതെന്തിനാടാ, നിൻ്റെ അച്ഛൻ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്, പിന്നെ എന്ത് പറ്റി? ഇല്ലടാ, അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. എൻ്റെ അമ്മയുടെ വീടാണ് അതെന്ന് പറഞ്ഞ് എപ്പോഴും എപ്പോഴും അച്ഛൻ അപമാനിക്കുക, ഇപ്പോഴും ആ റൂം വിഷയം ദേ ഇത്രയും വലുതായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, ഓ, ആ മുറിയുടെ വിഷയം ഇപ്പോഴും തീർന്നില്ലേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ലടാ, അത് കാരണം എൻ്റെ അച്ഛൻ ഇന്ന് ഒരുപാട് വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഇരുന്ന് കുടിക്കുവാണേ. തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മഹേഷിനോട് പറയുവാണ്. ഞാൻ കാരണം എൻ്റെ രേവതിയും കൂടിയാ കഷ്ടപ്പെടുന്നത് മുറിയില്ലാത്തതിൻ്റെ പേരിൽ. അവളും ഈ ഹോളിലും മോളിലും കൂടിയൊക്കെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുക. അച്ഛനും അത് ഭയങ്കര സങ്കടമാണ്, ഞങ്ങൾക്കൊരു മുറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എടാ, 3-4 മക്കളുള്ള വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോടാ, പക്ഷെ എല്ലാ പ്രശ്നങ്ങളും എനിക്കും രേവതിക്കും മാത്രമാണ് വരുന്നതെന്ന് സച്ചി പറയുവാണേ. എന്നിട്ട് സച്ചി മഹിമ വന്ന കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട്, കാശ് തരാൻ പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ മഹേഷ് പറയും, നിനക്ക് ആ കാശ് മേടിച്ച് മുറി കെട്ടിക്കൂടായിരുന്നു, എന്തായാലും നിങ്ങൾ കടം എടുക്കാൻ വേണ്ടി പോകുന്നു, ഇതിപ്പോൾ കുടുംബത്തിലുള്ള ഒരാളെ തരുമ്പോഴത്തേക്കും പലിശ ഒന്നും കൊടുക്കണ്ടല്ലോ, കടവും ആകില്ല, നിങ്ങൾക്ക് കയ്യിൽ വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ, മര്യാദക്ക് ആ പൈസ മേടിച്ച് മുറി കെട്ടിക്കൂടായിരുന്നോടാ സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുവേ. അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അല്ല, സ്വന്തം എന്തായാലും വർഷയുടെ അമ്മയല്ലേ, അവരേതായാലും പൈസ പെട്ടെന്നൊന്നും തിരിച്ചു ചോദിക്കത്തില്ല, ഇനി തിരിച്ചു ചോദിച്ചാൽ തന്നെ നിങ്ങളുടെ മോളെ ഞങ്ങൾ വീട്ടിലോട്ട് പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്താമല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് ഒരു ഐഡിയ പറഞ്ഞെടുക്കുവാണേ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് മഹേഷിനെ തല്ലുന്നുണ്ടേ. എന്തൊരു ഐഡിയയുടെ ഇത്, അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് മുറി കെട്ടേണ്ട ഗതികേടൊന്നും എൻ്റെ അച്ഛനും ഞങ്ങൾക്കും ഇല്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയും, ഇല്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറയുവാണ്. സച്ചി വീണ്ടും പറയുന്നുണ്ട്, 3 ആമക്കൾ ഉണ്ടായിട്ടും ഒരു മുറി അച്ഛൻ പറഞ്ഞിട്ടൊരു പണിത് കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോടാ, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറയുവാണ് സച്ചി. എന്നിട്ട് ഓരോ സങ്കടങ്ങൾ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നല്ലോണം ഇരുന്ന് മദ്യപിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്, സമയം എത്ര ആയല്ലോ, ഈ സച്ചിയേട്ടൻ എന്താ ഇതുവരെ വരാത്തേന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചി വരുവാണേ. അതും സച്ചി നല്ല കോലത്തിലാണ്, നല്ലോണം കുടിച്ച് ആടിയാണ് വീട്ടിലോട്ട് വരുന്നത്. രേവതി ആ സീൻ കാണുമ്പോഴേക്കും ഞെട്ടുവാണേ. കാരണം കുറേ നാളായിട്ട് സച്ചിക്ക് മദ്യപാനമൊക്കെ കുറവായിരുന്നല്ലോ. അപ്പോഴേക്കും സച്ചിയുടെ രൂപം കണ്ട് രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി, നീ എന്താ ഞാനിന്ന് മദ്യപിച്ചതെന്ന് ചോദിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, എനിക്കറിയാമായിരുന്നു സച്ചിയേട്ടൻ ഇന്ന് എന്തായാലും കുടിച്ചിട്ടേ വരുള്ളൂ എന്ന്, പക്ഷേ ഇത്രയും നേരം ലേറ്റ് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഓ, നിനക്കറിയാമായിരുന്നു രേവതി, ഓ, നിനക്ക് എൻ്റെ മനസ്സ് എത്ര നന്നായിട്ട് രേവതി നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ രേവതിയോട് പറയുവാണ് സച്ചി. അപ്പോഴേക്കും ഇവരുടെ വർത്താനമൊക്കെ കേട്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വരുവാണ് മുറിയിൽ നിന്ന്. സച്ചിൻ ഈ കോലത്തിൽ കാണുമ്പോഴേക്കും രവീന്ദ്രനെ സങ്കടമാവാണ്. എന്ത് കോലമാടാ സച്ചി എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ, സോറി അച്ഛാ, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഇവരുടെ വർത്താനം കേട്ട് ചന്ദ്ര ഇറങ്ങി വരുവാണ്. ചന്ദ്രക്ക് സച്ചിനെ കാണുമ്പോഴേക്കും സന്തോഷമാവുന്നുണ്ട്, കാരണം കള്ള കുടിച്ച് വരുന്നത്. ചന്ദ്ര പറയും, ഓ, ഇന്നെന്താടാ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്, ഞാൻ ഓർത്തു നീ കൂടി നിർത്തിയെന്ന്, കാരണം കുറച്ചുനാൾ ഇങ്ങനത്തെ മണവും നീ വീട്ടിലോട്ട് വന്നില്ലായിരുന്നല്ലോ, ഇപ്പം ദാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതാ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നേരെ ആവില്ലെന്ന്, അതുപോലെയാണ് നിനക്ക് നിന്റെ കുടിയൊന്നും നിർത്താൻ പറ്റില്ല എന്ന് ചന്ദ്ര പറയുവാണ്. ഇവരുടെ ബഹളം കേട്ട് പിന്നെ വീട്ടിലുള്ള എല്ലാവരും ഹാളിലോട്ട് വരുവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ ഇത്, ഇവൻ വീണ്ടും കള്ളു കുടിക്കാൻ വേണ്ടി തുടങ്ങിയോ, ഞാനാണെങ്കിൽ ടയേർഡായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുവാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ഓ, നീ ഇപ്പോൾ ഭയങ്കര ബിസിനസ് മാൻ അല്ലേ, എന്ത് ടയേർഡടാ, ഒരു കസേരയിലിരുന്ന് കാശ് മേടിച്ച് പെട്ടിയിലിടുന്നതാണ് ഇത്ര ടയേർഡ്, നീ പുറത്തിറങ്ങി നോക്ക്, വെയിലത്തിരുന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നൊക്കെ സച്ചി മദ്യലഹരിയിൽ പറയുവാണേ. എന്നിട്ട് അവർക്കാർക്കും നിൻ്റെ അത്രയും ക്ഷീണം പോലും ഇല്ലല്ലോ, അവരൊക്കെ AC മുറിയിലാണല്ലോ കിടക്കുന്നത്, നിനക്ക് മാത്രം ക്ഷീണിച്ച ഒരു AC മുറി വേണം അല്ലേ കിടന്നുറങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എന്തിനിങ്ങനെ കള്ളു കുടിച്ച് വന്ന ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നേ, രേവതി, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ച് മുറിയിലോട്ട് പോകുമെന്ന് പറയുവാണ്. അപ്പോൾ തന്നെ രേവതി അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവല്ല പ്രശ്നം വെക്കുന്നത്, നിങ്ങളുടെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തർക്കിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നേന്നൊക്കെ രേവതി തിരിച്ചു പറയുന്നുണ്ടേ.
രേവതി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും സച്ചിക്ക് സന്തോഷമാവാണ്. ശ്രീകാന്തും സച്ചിയെ പിടിച്ച് മുറിയിലോട്ടൊക്കെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ദേ ഇവളാണ് എല്ലാത്തിനും കാരണം, ഇവളാണ് ഇവളുടെ അമ്മേനെ വിളിച്ച് പൈസ ചോദിച്ച് എൻ്റെ അച്ഛനെ അപമാനപ്പെടുത്താൻ നോക്കിയെന്ന് പറയുമ്പോൾ വർഷ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ പങ്കില്ല, ഞാൻ അറിയാതെയാണ് അമ്മ പൈസ കൊണ്ട് തന്നെന്ന് പറയുമ്പോൾ സച്ചി അത് വിശ്വസിക്കുന്നില്ലേ. സച്ചി പറയുന്നുണ്ട്, നിനക്കെല്ലാം അറിയാം, ഒന്നും അറിയില്ലാത്ത പോലെ നീ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയോട് ചൂടാവുകയാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പിടിച്ചു മാറ്റും, എടാ സച്ചി, നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞ, പോയി മുറി പോയി കിടക്കാൻ നോക്കുന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. കുറേ നാൾ നിനക്ക് ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി സച്ചി ഇന്ന് ഇങ്ങനെ വരാനെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മനസ്സ് താങ്ങുന്നില്ല അച്ഛാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീടാ ഇതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര തർക്കിക്കുന്നുണ്ടേ. പിന്നെ അച്ഛൻ, ഇത് എൻ്റെ അച്ഛൻ തന്ന വീടാന്ന് പറയുമ്പോഴേക്കും, നിങ്ങളുടെ അച്ഛൻ തന്നതല്ല, ഈ വീട് പണിതൊക്കെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വീട്. എന്നിട്ട് അച്ഛൻ രാവിലെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വീട്ടിലൊരു മുറി കെട്ടാൻ പോലും എന്നെ ആരും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കരഞ്ഞില്ലേ അച്ഛാ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, അതാ ഞാനിന്ന് കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, രേവതി നീ ഇവനെ കൂട്ടിക്കൊണ്ട് പോയിക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അച്ഛനിപ്പോൾ എന്താ അച്ഛാ, മുകളിൽ ഒരു മുറി കെട്ടണം, അച്ഛനെ ഞാൻ കെട്ടിത്തരാം അച്ഛാ മുറി, എത്ര ലക്ഷം വരും എന്നാ പറഞ്ഞാൽ. രേവതി പറയും, 7 ലക്ഷം. 7 ലക്ഷം അല്ലേ, അത് ഞാൻ കിട്ടും, ഞാൻ എൻ്റെ കാറ് വിറ്റിട്ടാണെങ്കിലും കെട്ടും, അച്ഛൻ എന്നോടൊരു വാക്ക് പറയച്ചാ, അച്ഛൻ അറിയാലോ സച്ചിനോട് ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നടത്തി കൊടുക്കൂ എന്നൊക്കെ. എന്നിട്ട് സച്ചി പിന്നെ ഭയങ്കരമായിട്ട്, അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പൊട്ടിക്കരയുവാണ് അവിടെ നിന്നിട്ട്. അച്ഛന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അച്ഛാന്നൊക്കെയാണ് സച്ചി പറയുന്നത്. ഇന്ന് എൻ്റെ അച്ഛൻ മുറി കെട്ടാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നു, അത് ഞാൻ എങ്ങനെ സഹിക്കും, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അച്ഛാ, ഞാൻ തരും അച്ഛന് പൈസ, അച്ഛൻ ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കേണ്ട ആവശ്യമില്ല, ഈ സച്ചി തരും എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോഴേക്കും സുധി ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ കൊടുക്കൂടാ, അതൊരു സെക്കൻഡ് ഹാൻഡ് കാറ്, അത് കൊടുത്ത് എത്ര ലക്ഷം കിട്ടാനാന്നൊക്കെ സുധി ചോദിക്കുവാണ്. വെറുതെ കള്ള് കുടിച്ച് ബോധമില്ലാതെ വന്ന് ഓരോന്നൊക്കെ പറയുവാന്ന് സുധി പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ. ഞാൻ ബോധമില്ലാതെ അല്ലടാ പറയുന്നത്, എൻ്റെ മനസ്സിൻ്റെ സങ്കടം കൊണ്ട് പറയുവാടാ, ഈ വീട്ടിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും സുധിയെ തല്ലാൻ പോവാണേ. അപ്പോഴേക്കും എല്ലാവരും കൂടി ശ്രീകാന്തൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്താ സച്ചി ഇതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുവാണ്, എടാ ഇവൻ പറഞ്ഞത് നീ കേട്ടതല്ലേടാ, ഈ വീട് എനിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ പുറത്താക്കാൻ നോക്കുവാണെന്ന്, ഞാൻ സ്വാർത്ഥനാണെന്ന്. നീ പറയടാ ശ്രീകാന്ത്, ഞാൻ സ്വാർത്ഥനാണോ, നിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ ശ്രീകാന്ത് എന്നൊക്കെ സച്ചി ശ്രീകാന്തിനോട് ചോദിച്ചിട്ട് പൊട്ടിക്കരയുവാണേ. എന്നെ കല്യാണം കഴിച്ച് വന്നിട്ട് ദേ ഈ രേവതിയും ഹോളിലും ടെറസിലും ആയിട്ടൊക്കെ കിടക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ വീട് ഭരിക്കാൻ വേണ്ടിയിട്ടാണോടാ, ഞാൻ സ്വാർത്ഥനായത് കൊണ്ടാണോടാ, നിങ്ങൾ രണ്ടുപേരും അല്ലേടാ ഈ വീട്ടിൽ മുഴുവനായിട്ട് താമസിച്ചിട്ടുള്ളവർ, നിങ്ങൾ രണ്ടുപേരും അല്ലേ ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നവർ, മുറിയുള്ളത് നിങ്ങൾക്കാ, ഇത് നിങ്ങളുടെ വീടാടാ, ഞാൻ ആർക്കും വേണ്ടാത്തൊരു മോനാ, എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഇവരെന്നെ അച്ചാമ്മയുടെ വീട്ടിൽ കൊണ്ടേ കളഞ്ഞിട്ടും വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പൊട്ടിക്കരയുവാണേ. അങ്ങനെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട്, ചന്ദ്രക്കും സങ്കടം വരുന്നുണ്ട്, രവീന്ദ്രന് വിഷമാവുന്നുണ്ട്, കാരണം ആർക്കും വേണ്ടാത്ത മോനെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പൊട്ടിക്കരയുവാണേ അവിടെ നിന്നിട്ട്. അത് കാണുമ്പോഴേക്ക് രേവതിക്കും സങ്കടം വരുവാണേ. സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, അച്ചമ്മ വീട്ടിൽ പോലും ഞാൻ ആ പുറത്ത് കട്ടിൽ പോലും ഇല്ലായിരുന്നു, ഞാൻ തറയിലാണ് കിടന്നിരുന്നത്, ആ എന്നെ ഇവൻ സ്വാർത്ഥനെന്ന് വിളിക്കുന്നത്, ഞാൻ ഇന്നേ വരെ ഒരു വീടിനോ ഒരു മുറിക്കോ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ലടാ, അന്ന് തൊട്ടേ എനിക്ക് മുറിയുമില്ല കട്ടിലുമില്ല ഒന്നുമില്ലാതെയാണ് ഞാൻ വളർന്നത്, ഒന്നുമില്ലാത്തവനായി സച്ചി, ആർക്കും വേണ്ടാത്തവനായി ഈ സച്ചി, ഒന്നിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ലടാ ശ്രീകാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കരയുവാണേ. എന്നെ നോക്കിയിട്ടാ ഇവൻ പറഞ്ഞത്, ഈ വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ടാ ഞാനിവിടെ നിൽക്കുന്നതെന്ന്, എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റുമെടാ, നീ ഒരു കാര്യം അറിഞ്ഞോ, ഞാൻ ഈ വീടിന് വേണ്ടിയിട്ടല്ല എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അച്ഛനുള്ളത്രോളം കാലം. എല്ലാവരും കേട്ടോ, അച്ഛനൊന്നും ആവത്തില്ല അച്ഛൻ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നല്ല അച്ഛാ, പക്ഷെ ഞാൻ പറയുവാണ്, അച്ഛനുള്ളത്രോളം കാലമേ ഈ സച്ചിയും രേവതിയും ഈ വീട്ടിലുള്ളൂ, അത് കഴിഞ്ഞ ഈ സച്ചിയും രേവതിക്കും ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ല, ഇത് എൻ്റെ സച്ചിയുടെ വാക്കാന്നൊക്കെ പറയുവാണ് സച്ചി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് രവീന്ദ്രനെ ഇരുന്ന് കരയുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.